നമ്മൾ ഈ സൺസൈഡ് പൊളിച്ചപ്പോൾ കുറച്ച് LED പോയിൻ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു കുറച്ച് മുമ്പ്. വയറൊന്നും വലിക്കാത്ത സൈറ്റ് ആയതുകൊണ്ട് ഒക്കെ വയറുകളൊന്നും വേസ്റ്റ് ആയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ റീവർക്ക് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് വലിക്കാതിരിക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, നമുക്കൊരു 3 LED പോയിൻ്റ് അവിടെ ഇട്ട് കൊടുത്തിരുന്നു സൺസൈഡ് മുതൽ. അപ്പോൾ ഇത് കാർ പോർച്ച് നീട്ടാനും വേണ്ടി അവരെന്താ കാട്ടി, ആ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് ആ LEDൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ മിസ്സായെങ്കിലും വയറും നമുക്ക് ഇടാത്തതുകൊണ്ട് ആ ഒരു മെച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ബീം പോയിന്റിൽ നമുക്ക് ഈ വലിയ ഭാഗത്ത് 2 പോയിന്റും ചെറിയ ഭാഗത്ത് ഓരോ പോയിന്റും നമുക്ക് ഇടാനുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ജംഗ്ഷന് ISI 4-way ജംഗ്ഷനാണ്. 4-way ജംഗ്ഷൻ നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇടാൻ LED നമ്മൾ ജംഗ്ഷന് വെക്കുന്ന സമയത്ത് ആ ഒരു ക്ലിപ്പ് കുടുങ്ങാത്തൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4-way ജംഗ്ഷൻ വെക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് 2 ഭാഗത്ത് നമുക്ക് വയറ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഭാഗം കൊണ്ട് നമുക്ക് LEDൻ്റെ ക്ലിപ്പ് കുടുങ്ങാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് 4-way ജംഗ്ഷൻ വെക്കൽ. നമ്മൾ ആ പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വലിയൊരു ഭാഗം നമുക്ക് ഡബിൾ പോയിൻ്റാണ്, 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇത് വീട്ടിൽ 3-way ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ 4-way ജംഗ്ഷൻ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് 4-way ജംഗ്ഷൻ വെച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും നല്ലത് 4-way ജംഗ്ഷൻ വെക്കലാണ്. ആ 4-way ജംഗ്ഷൻ വെക്കുന്നതോടുകൂടെ നമുക്ക് ക്ലിപ്പ് കുടുങ്ങുന്നതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ സൈറ്റിൽ ഇനി ആ സാധനം വേസ്റ്റാക്കി ഉണ്ടാച്ചിട്ട് ഞാൻ 3-way ജംഗ്ഷൻ ആക്കി വെച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പൈപ്പ് നമ്മൾ പൊട്ടിയിരുന്നു. അപ്പോൾ അതും നമ്മൾ ഡബിൾ സോക്കറ്റ് ചെയ്ത് കണ്ട് ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവിടെ ഒരു സൺസൈഡ് പൊട്ടിച്ചൊരു പോയിൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം കൂടെ കൂട്ടി